ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തനംമാറ്റ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ നവ്യ സത്യങ്ങളൊക്കെ തന്നെ നയനെടുത്തും ആദർശിനോടും പറഞ്ഞിരിക്കുക കേട്ടോ. അതെ, ഞാൻ ആ DNA ടെസ്റ്റിന്റെ ആ ഒരു ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്തുമോളുടെയും അബിയുടെയും മുടിയുടെ ആ ഒരു ഇത് കൊടുത്തത് ഡേവിഡിനെ ആയിരുന്നു. പക്ഷെ അയാളെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ അതേ ഒരു സാമ്പിള് എൻ്റെ കൂട്ടുകാരത്തിന്റെ കയ്യിലും കൊടുത്തിരുന്നു. അങ്ങനെയാണ് ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന് പറഞ്ഞത്. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കി ഞാൻ. അബി എന്ന് പറഞ്ഞ ചതിയനെ വെറുതെ വിടാൻ പാടില്ല. അവനെയും അതുപോലെ തന്നെ അവൻ്റെ അമ്മേനെയും അവൻ്റെ പെങ്ങളെയും ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. അത് മാത്രമല്ല, അനി നന്ദുവിനുള്ളതാണ്. അത് കേൾക്കുന്ന നയന ചോദിക്കുന്നുണ്ട്, അപ്പോൾ നവ്യേച്ചിയാണ് നവീനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞല്ലേ? അതെ, അതുവഴി അനിയുടെയും അതുപോലെ തന്നെ നന്ദുവിൻ്റെ വിവാഹം നടത്താനായിരുന്നു എൻ്റെ തീരുമാനം. നവീൻ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു. നമുക്കതെന്തെങ്കിലും നോക്കാം. നമ്മൾ 3 പേരും ആ തറവാട്ടിൽ തന്നെ മരുമക്കളായിട്ട് വരണം നയനെ. അത് തന്നെയാ എൻ്റെ ആഗ്രഹം എന്ന് പറയാണ്. വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നവ്യ പറയുന്നുണ്ട്, അതെ എന്നെ ആ ജംഗ്ഷനിൽ നിർത്തിയാൽ മതി, അവിടെ നിന്ന് ഞാൻ ഓട്ടോ വിളിച്ച് പോയിക്കോളാം, നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് കയറണ്ട. പിന്നെ നിങ്ങളടുത്ത് പറയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അത് കേൾക്കുമ്പോൾ ആദർശ് ചോദിക്കണ്ടേ, എന്താ നവ്യ, ഇനി വേറെ എന്തെങ്കിലും രഹസ്യം നിനക്ക് പറയാനുണ്ടോ? ഉണ്ട് ആദർശേട്ടാ, വേറെ ഒരു വലിയ രഹസ്യമുണ്ട്. അത് നിങ്ങൾക്ക് പോലും അറിയാത്ത ഒരു കാര്യമാണ്. അബിയുടെ വായിന്ന് ഞാൻ പിടിച്ചെടുത്ത ഒരു മഹാസത്യം. എന്താണെന്ന് പറ നവ്യെ. കാര്യം പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്ന് ആദർശ് പറയുമ്പോൾ നയനെ പറയണ്ട, അതേ നവ്യേച്ചി വേഗം കാര്യം പറ, എനിക്കെന്തോ ടെൻഷനാവാ. അയ്യോ ടെൻഷനാവാനൊന്നുമില്ല, അവന്തികയുണ്ടല്ലോ, അവളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് നവ്യ ചോദിക്കുമ്പോൾ നയനെയും ആദർശം പറയണ്ട്, അവള് മുമ്പ് ഒരു ഭയങ്കര വാശിയും ദേഷ്യമുള്ള ജലജപ്പച്ചയുടെ അതേ തനി സ്വരൂപമായിരുന്നു. പക്ഷെ അവളിപ്പോ ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചിട്ട് ആകെ നല്ല കുട്ടിയായി. അവളിപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലൊരു കുട്ടിയാണ്. മുമ്പത്തെ പോലത്തെ സ്വഭാവം അവൾക്കില്ല. അവൾ നല്ലൊരു കുട്ടിയാണ്, സൂപ്പർ കുട്ടിയാണ് എന്നൊക്കെ പറയണം ആദർശം നയനെയും കൂടി ചേർന്ന്. ഇത് കേൾക്കുന്ന നവ്യ പറഞ്ഞെങ്കിൽ നിങ്ങൾക്കൊക്കെ തെറ്റി, അല്ലെങ്കിൽ നിങ്ങൾ അവള് തെറ്റിദ്ധരിപ്പിച്ചു. ചേച്ചി എന്തൊക്കെയാ പറഞ്ഞത്? അവന്തിക മോശ സ്വഭാവമാണെന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? അതേ മോളെ, അവള് ഭയങ്കര മോശ സ്വഭാവമാണ്. അവളുടെ സ്വഭാവം അബിയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അവളെ വെറുക്കുന്ന കണ്ടപ്പോൾ അബി എന്നോട് പറയാ, അവളെ വെറുക്കല്ലേ, അവൾ നമ്മുടെ കൂടെയുള്ള ആളാണെന്ന്. അത് കേട്ടപ്പോൾ ആദ്യം എനിക്ക് വിശ്വാസമായില്ല. ശേഷം അബി എന്നോട് പറഞ്ഞു, അതെ നാഗേന്ദ്രനായിട്ട് ഈ പറയുന്ന അവന്തികക്കും അബിക്കും ഒരുപോലെ കണക്ഷൻ ഉണ്ട്. നാഗേന്ദ്രനും അവന്തികയും കൂടി ഒരുമിച്ചാണ് നാട്ടിലേക്ക് വന്നത്. അവര് മിക്ക ദിവസം കാണാറുണ്ട്. അവളുടെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ ആണെന്നൊക്കെ പറഞ്ഞ് പോകുന്നില്ലേ, അത് പോകുന്നത് തന്നെ അവളുടെ അച്ഛനെ കാണാനായിട്ടാ, ആ നാഗേന്ദ്രനെ. അത് കേൾക്കുന്ന നയനെ പറയണ്ട, ഓഹോ അപ്പൊ അവള് കൂടെ നിന്ന് ചതിക്കുമായിരുന്നല്ലേ? അതെ, അതാണ് ആ മക്കളെ ഞാൻ പറഞ്ഞത്. ദേ നോക്ക് നയനെ, ദേ അവളെയും അവളുടെ അമ്മേനെയും അബീനെയും ഒരുമിച്ച് വേണം പുറത്താക്കാൻ. നിങ്ങളെ പുറത്താക്കിയപ്പോ അവര് സന്തോഷിച്ചല്ലേ, ഇനി ആയുഷ്കാലം മുഴുവൻ അവര് പുറത്താവട്ടെ. അവന്റെ അമ്മ മുടിയൊക്കെ വെട്ടി വന്നിരിക്കുക മക്കളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടും അവളുടെ ഭർത്താവ് അത് നാഗേന്ദ്രൻ ഇല്ലാതാവാൻ വേണ്ടിയിട്ടും. നയനെ പറയണ്ടേ ചേച്ചി, ഈ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ ആളും ഈ ജലജപ്പച്ചിയും തമ്മിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഈ നാഗേന്ദ്രൻ ഭയങ്കര പാവമായിരുന്നു, സത്യസന്ധനായിരുന്നു. ഈ ജലജപ്പച്ചിയുടെ കയ്യിലിരിപ്പ് കൊണ്ടിട്ടും ജലജപ്പച്ചി ചെയ്ത തെറ്റുകൾ നാഗേന്ദ്രൻ തലയെ കെട്ടിവെച്ചിട്ടാണ് അയാളെ ചതിയനാക്കി തറവാട്ടിൽ നിന്ന് പുറത്താക്കിയത്. നീ എന്തൊക്കെയാ പറഞ്ഞത്? നാഗേന്ദ്രൻ നല്ലവനാണെന്നാണോ നീ പറഞ്ഞത്? എനിക്ക് തോന്നണില്ല, അയാൾ ചതിയനാ. മൂർത്തി ജ്വല്ലറി ചതിക്കാൻ വേണ്ടി നടക്കും അയാള്. അതൊക്കെ ശരി തന്നെയാ. അത് അയാൾ അങ്ങനെ ആവാൻ കാരണം അയാൾ ചെയ്യാത്ത തെറ്റിനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ദേഷ്യം അയാൾ ഈ തീർക്കണത്. അതുകൊണ്ട് ചേച്ചി ഇപ്പൊ ദേഷ്യം കാണിക്കേണ്ടത് അബീനോടും അബിയുടെ അമ്മയെടുത്തും അബിയുടെ അനിയത്തിയെടുത്ത നാഗേന്ദ്രനെ ചേച്ചി വിട്ടേക്ക്. ഇല്ലടി, ഒരിക്കലും ഇല്ല. നാഗേന്ദ്രൻ കാണുവാണല്ലോ അബി എന്ന് പറഞ്ഞവനും ആ അവന്തിക എന്ന് പറഞ്ഞവളും ഉണ്ടായത്. അതുകൊണ്ട് അയാൾക്കും അതിനുള്ള ശിക്ഷ കിട്ടണം. പിന്നെ പാവം നമ്മുടെ മൂർത്തി മുത്തശ്ശനെ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചതാണല്ലോ. മൂർത്തി സ്റ്റോറിൽ തകർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു. ആദർശേട്ടനെ തട്ടിക്കൊണ്ടുവരെ പോയില്ലേ. അതുകൊണ്ട് അയാൾക്കും കൊടുക്കേണ്ട ശിക്ഷ എന്തായാലും കൊടുക്കണം. അയാൾ എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും എനിക്ക് അയാളുടെ ക്ഷമിക്കാൻ പറ്റില്ല. അയാളുടെ ജ്വല്ലറിയിലെ മോഡലായ തന്നെ അവരുടെ കമ്പനിയിലെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ഏറെക്കുറെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് കള്ള സ്വർണ്ണങ്ങളുണ്ട്. ഇപ്പോൾ അവർ കൊടുക്കുന്ന സ്വർണത്തിൽ ഒരുപാട് മായം ചേർക്കുന്നുണ്ട്. ഇതൊക്കെ തെളിവോട് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാൻ മോളെ, ഉടനെ തന്നെ കിട്ടും. കൂടി വന്ന 2 ആഴ്ച അതിനുള്ളിൽ ഞാൻ എല്ലാ തെളിവുകളും സ്വീകരിക്കും. എങ്കിൽ ശരി നയനെ, സൂക്ഷിക്കണം കേട്ടോ. ആദർശേട്ടാ സൂക്ഷിക്കണേ. പിന്നെ നമ്മൾ കൂട്ടായ കാര്യം വേറെ ആരും അറിയണ്ട. ഇപ്പോഴും ശത്രുക്കളെ പോലെ നിന്നാൽ മതി. പിന്നെ ആന്റിക്ക് സത്യങ്ങളൊക്കെ ഇപ്പൊ അറിയാലേ? ആദർശേട്ടൻ്റെ അമ്മയ്ക്കല്ലേ? ഞങ്ങളെല്ലാം പറഞ്ഞു. ആദർശേട്ടൻ്റെ അമ്മ നിന്നോട് ചേച്ചിയെടുത്ത് രാവിലെ അങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടാ. ഓ എനിക്ക് തോന്നിയിപ്പോ. എന്തായാലും എന്നെ മനസ്സിലാക്കിയപ്പോൾ നിങ്ങളൊക്കെ കൂടി ഉണ്ടല്ലോ, അതെന്നെ വലിയ കാര്യം. എന്നാലും അച്ഛനും അമ്മയും കൂടെ അറിയണം ചേച്ചി. വേണ്ട ഇപ്പൊ അവർക്ക് ആർത്തൊന്നും പറയണ്ട. എല്ലാവരും
പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധവശം ആരുടെ കയ്യിലെങ്കിലും വായിന്ന് സത്യങ്ങൾ വീണ് പോയാൽ പിന്നെ നമ്മൾ തോറ്റു പോകും നയനെ, നീ അത് മനസ്സിലാക്കുക. ആദർശ് പറഞ്ഞിട്ട് നയനെ പറഞ്ഞാലും നവ്യ പറഞ്ഞാലും കാര്യമുണ്ട് നയനെ, ഇപ്പൊ ആർത്തും ഒന്നും പറയണ്ട എന്ന് പറയണം. അങ്ങനെ വീട്ടിലെത്തുമ്പോ തൊട്ട് നമ്മുടെ അവന്തികനെ ശ്രദ്ധിക്കാൻ തുടങ്ങാണ് നയനേട്ടോ. ഹോ, അവന്തിക എന്ന് പറഞ്ഞ കള്ളിയുടെ തനി സ്വഭാവം നയനയും ഏറെ കുറെയൊക്കെ മനസ്സിലാക്കാണ്. നയനെയും നവ്യയും വിചാരിക്കുകയാണ് ആദ്യം ഇവളുടെ തനി സ്വഭാവം മൂർത്തി മുത്തശ്ശനെ അറിയിക്കണം. ഇവളൊരു ചതിയത്തിയാണെന്നും ഇവളൊരു വഞ്ചകയാണെന്നും ഇവളും നാഗേന്ദ്രൻ തമ്മിൽ ഇപ്പോഴും കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം മുത്തശ്ശനെ അറിയിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശൻ തന്നെ അവളെ പുറത്താക്കിക്കോളും എന്ന് മനസ്സിലാക്കുന്ന നവ്യ നയനയും കൂടി ചേർന്ന് ആദ്യം ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ പോണത് അവന്തികനെ തന്നെയാണ് കേട്ടോ. അവന്തിക പുറത്തായി കഴിയുമ്പോഴേക്കും പിന്നെ പതുക്കെ അബീന, ജലജേനെ അവസാനം പുറത്താക്കുള്ളൂ. കാരണം ജലജ പല കാര്യങ്ങളും പറഞ്ഞ് കള്ളത്തിലും പറഞ്ഞ് അവിടെ നിൽക്കുമല്ലോ. മാത്രല്ല ജലജക്ക് ഒരു കുഞ്ഞും കൂടി ഉണ്ടെന്ന് നയനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നയന എങ്ങനെ കണ്ടുപിടിച്ചെന്നോ എവിടെ നിന്ന് വിവരം കിട്ടിയെന്നോ ഒന്നും കാണിച്ചിട്ടില്ല. അത് മിക്കവാറും നമ്മുടെ ഈ ശങ്കരേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, നാഗേന്ദ്രനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ അയാളുടെ വായിന്ന് എപ്പോഴെങ്കിലൊക്കെ കിട്ടിയതായിരിക്കും. അപ്പൊ നയനയും ആദർശം കൂടി ഇനി അന്വേഷിക്കാൻ പോണത് ആ ഒരു കുഞ്ഞ്, അതായത് ജലജ പ്രസവിച്ച ആ മൂന്നാമത്തെ കുഞ്ഞ് അതെവിടെയാണ്, എവിടെയാണെങ്കിലും ആ കുഞ്ഞ് ഇപ്പൊ ഏത് അവസ്ഥയിലാണ്, ആ കുഞ്ഞിനെ കൊണ്ടുവന്നേ പറ്റൂ. ആ പയ്യനാണെങ്കിലും പെണ്ണാണെങ്കിലും അതിപ്പോ എത്ര വലുതായി, അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ജലജയുടെ തകർച്ച അറിയാൻ പോണത് ആ ഒരു മൂന്നാമത്തെ ആ ഒരു കുട്ടി വരുമ്പോ തന്നെ ആയിരിക്കും കേട്ടോ. ജലജ എന്ന് പറഞ്ഞ ചതിയത്തിന്റെ തനി സ്വരൂപം മൂർത്തി മുത്തശ്ശൻ അറിയാൻ പോവാണ്. അത് മാത്രല്ല ജലജയും അബിയും അതുപോലെ തന്നെ അവന്തികയും എന്നേക്കുമായിട്ട് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നിന്ന് പുറത്താവും കേട്ടോ. അത് മാത്രല്ല ഇത്രയും നാള് നമ്മുടെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒരുപാട് വെറുത്ത നാഗേന്ദ്രൻ ഒരു പഞ്ചപാവാണെന്ന് മനസ്സിലാക്കാണ്. പക്ഷേ നാഗേന്ദ്രനെ തിരിച്ചു വിളിച്ചാലും നാഗേന്ദ്രൻ വരില്ല. കാരണം നാഗേന്ദ്രന് ഈ ലോകത്തെ ഏറ്റവും വലുത് തന്റെ മക്കളായിട്ടുള്ള അബിയും അതുപോലെ തന്നെ അവന്തികയാണ്. അവരെ വെറുക്കുന്ന അല്ലെങ്കിൽ അവരെ പുറത്താക്കിയ തറവാട്ടിലേക്ക് ഒരിക്കലും ഇനി നാഗേന്ദ്രൻ വരത്തില്ല. പക്ഷെ നാഗേന്ദ്രൻ മനസ്സിൽ ആ ഒരു പകയൊക്കെ മാറാനും കുറച്ച് സമയമെടുക്കും. നാഗേന്ദ്രൻ സ്നേഹിക്കുമ്പോൾ ആദ്യം സ്നേഹിക്കാൻ പോണത് നമ്മുടെ നയനേനെയും ആദർശിനെയും തന്നെയായിരിക്കും. കാരണം അവരാണല്ലോ നാഗേന്ദ്രന്റെ ആ ഒരു പഴയ തെറ്റിദ്ധാരണയൊക്കെ മാറാൻ വേണ്ടി സഹായിച്ചത്. അതിന് അവരോട് എപ്പോഴും നന്ദി ഉണ്ടാവും നമ്മുടെ നാഗേന്ദ്രന. എന്തായാലും ഇതൊക്കെ അത് കഴിഞ്ഞിട്ടേ കാണിക്കുള്ളൂ. നാളെ കാണിക്കാൻ പോണത് അവന്തികയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കണതായിരിക്കും. ആദ്യം അവന്തികനെ പൂട്ടാനുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പോണത്. നമ്മുടെ ചേച്ചിയും അനിയത്തിയും കൂടി ചേർന്ന്, അതായത് നവ്യയും നയനയും കൂടി ചേർന്ന് അവന്തികനെ ചവിട്ടി പുറത്താക്കുന്ന ഭാഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും കുറച്ച് അഹങ്കാരം ഉണ്ട് അവന്തികക്ക്. അവന്തിക എന്തോ വലിയ സംഭവമാണെന്നുള്ള അഹങ്കാരം. അത് മാത്രല്ല അനിയുടെ തലേന്ന് ഒഴിവാവുകയും ചെയ്യും. അങ്ങനെ അവന്തിക ഒഴിവായാൽ മാത്രമേ നമ്മുടെ അനിയുടെ ഭാര്യയായിട്ട് നന്ദുന വരാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഇപ്പൊ അജയനാണ് കേട്ടോ. കാരണം അജയനും കള്ളത്തരം കാണിച്ചിട്ടുണ്ടല്ലോ. ഒരു പോലീസുകാരി വീട്ടിൽ കയറി വന്ന പല കാര്യങ്ങളും മണത്ത് കണ്ടുപിടിക്കുന്നു അജയനെ. അതുപോലെ തന്നെ ജാനകിക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവര് നന്ദുവിനെ മരുമകളായിട്ട് വേണ്ട എന്നും പറയണത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. നല്ല നല്ല എപ്പിസോഡ്സിന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.